ഇങ്ങനെ കറങ്ങി വന്ന് ബോഡി ലെവലാവുമ്പം 2 റൗണ്ട് റിട്ടേൺ ചെയ്യണം. 2 റൗണ്ട് റിട്ടേൺ ചെയ്യും. 1 2 കറക്റ്റ്. അപ്പോൾ വണ്ടി ലെവലായി. അപ്പോൾ എവിടെയും സ്റ്റിയറിംഗ് ലെവലാവുമ്പം വണ്ടി ലെവലാവും. ഇവിടെ ഇനി നോക്കിക്കോണം, ഈ സൈഡ് മിറർ കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു മരം നിൽക്കുന്നുണ്ട്, ആ ചെറിയ മരം. ആ മരത്തിന് ചേർന്നാണ് തിരിയുന്നത്. കാരണം ഇടത്തോട്ടുള്ള വളവുകൾ എപ്പോഴും തിരിയേണ്ടത് വലതുവശം ചേർന്നാണ്. ഇടത്തോട്ട് തിരിക്കും, ലെഫ്റ്റ് മതി. അതുകൊണ്ടൊരു മരം നിൽക്കുന്നുണ്ട്, ഒരു കുഞ്ഞു മരം ഉണ്ട്, അതിനെ ചേരണം. അതിന് ചേരുമ്പോഴേ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ സ്പേസ് വരുള്ളൂ. ഇവിടെ അപ്പോൾ ഈ മരത്തിന് ചേർന്നു. ഇനി ലെഫ്റ്റ് തിരിച്ചു. അപ്പം നമ്മൾ തിരിക്കുന്നത് ഇടത്തോട്ടുള്ള വളവാണ്. ഇടത്തോട്ടുള്ള വളവുകൾ എപ്പോഴും വലതുവശം ചേർന്നാണ് തിരിയേണ്ടത്. അപ്പം വലതുവശമുള്ള മതിലിനെ ചേർന്നാണ് നമ്മൾ തിരിയുന്നത്. നോക്കണം, അപ്പോൾ വണ്ടി മതിലിനെ ചേർന്ന് വരുന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഇടതുവശത്ത് സ്പേസ് വന്നത്. ഓക്കെ, അപ്പം മരത്തിനെ ചേർന്ന് തിരിഞ്ഞു. അത് കഴിഞ്ഞ് വണ്ടിയുടെ ബോഡി ലെവലാവുമ്പം 2 റൗണ്ട്. അപ്പം നമ്മൾ ലെവലായിട്ട് തിരിക്കുന്ന വണ്ടി പയ്യെ പോകുന്നതുകൊണ്ടാണ് കേട്ടോ. ലെവലായി 2 റൗണ്ട് തിരിച്ചിരിക്കും. കറക്റ്റ്, അത് കൂടിപ്പോയി. അവിടെ 1/2 റൗണ്ട് കൂടിയപ്പം വണ്ടി എങ്ങോട്ട് പോയി? വണ്ടി റൈറ്റിലോട്ട്. അതുപോലെ തന്നെ ഞാൻ എന്ത് പറയുമ്പോഴും എന്നെ നോക്കുകയേ ചെയ്യരുത്, റോഡിലോട്ട് നോക്കിക്കൊണ്ട് വേണം ഇതെല്ലാം. ഇപ്പം വണ്ടി പോകുന്ന റൈറ്റിലോട്ടാണ്. അപ്പോൾ സ്റ്റിയറിങ്ങിന് അല്പം ലെഫ്റ്റിലോട്ട് തിരിക്കും, മതി. ഇങ്ങനെ തിരിച്ച് കൈ അങ്ങനെ വെച്ചോണം. അല്പം കൂടെ ലെഫ്റ്റ് തിരിക്കും. അല്ല, ലെഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ റൈറ്റ് തിരിച്ചു. ലെഫ്റ്റ് തിരിച്ച് വയ്ക്കും. ലെഫ്റ്റ് തിരിച്ച് വെച്ച് വണ്ടി ലെവലാവുമ്പോൾ സ്റ്റിയറിംഗ് ലെവലാക്കണം. ഉണ്ട്, വണ്ടി ലെവലായി, സ്റ്റിയറിംഗ് ലെവലായി. അപ്പം പറയുന്ന അതേപോലെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സ്റ്റിയറിംഗ് തിരിക്കാൻ പറയുമ്പോൾ അത്രയും സ്റ്റിയറിംഗ് തിരിഞ്ഞില്ല. അപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കാൻ പറയുമ്പോൾ അങ്ങ് തിരിക്കൂ, മതി വേണ്ട. അപ്പോൾ ഞാൻ മതിയെന്ന് പറയും. അപ്പോൾ ഇനി നമ്മൾ ഇടത്തോട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ വലതുവശത്തെ മരത്തിനെ ചേർന്നാണ് തിരിക്കാറുള്ളത്. വലതുവശത്തെ മരത്തിനെ ചേർക്കൂ, അല്പം കൂടെ മരത്തിനെ ചേർത്തിന് വേണ്ടി സ്റ്റിയറിങ്ങിനെ എങ്ങോട്ട് തിരിക്കണം? വലത്തോട്ട് തിരിക്കൂ, മതി. അങ്ങനെ വലത്തോട്ട് തിരിച്ചിട്ട് വലത്തോട്ട് വീണ്ടും ചേരട്ടെ. വലതുവശം മാക്സിമം ചേർന്നാലേ കണ്ട ലെഫ്റ്റ് സൈഡിൽ സ്പേസ് വരുള്ളൂ. കണ്ട, ഇപ്പോൾ ചേർന്നു. ഇനി ഫുള്ള് ലെഫ്റ്റ് തിരിക്കും. ഫുള്ള് ലെഫ്റ്റ് തിരിച്ചിട്ട് കണ്ട, ഇനി ബോഡി ലെവലാവുമ്പം റിട്ടേൺ നോക്കണം. വണ്ടിയുടെ ബോഡി ലെവലാവും. ബോഡി ലെവലാവുമ്പോൾ ഫ്രണ്ടിലോട്ട് കണ്ട 2 റൗണ്ട് റിട്ടേൺ. കറക്റ്റ്, ഇത്രയേ ഉള്ളൂ. അവിടെ സ്റ്റിയറിംഗ് ലെവലായി നിൽക്കണം. ഇവിടെ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇറക്കമാണ്. അപ്പോൾ ഇത് നമ്മളൊരു ബ്രേക്കിൻ്റെ പ്രാക്ടീസാണ്. അപ്പം ബ്രേക്ക് പെഡലിൽ കാല് വെച്ചിട്ട് സാവധാനത്തിൽ വണ്ടിയെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് സ്ലോ ചെയ്ത് പോകണം. കുറച്ചുകൂടെ ബ്രേക്ക് അപ്ലൈ ചെയ്യും. ഒപ്പം മരത്തിൻ്റെ അങ്ങോട്ട് പോകാതെ ശകലം ലെഫ്റ്റ്, വീണ്ടും പയ്യെ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യും. ഇനിയും സ്ലോ ആവട്ടെ. എന്നിട്ട് ബ്രേക്കിൻ്റെ ആവശ്യം കഴിയുമ്പോൾ, അതായത് ഇറക്കം കഴിഞ്ഞു, ബ്രേക്ക് വിട്ട് കാല് എവിടെ വയ്ക്കണം? ആക്സിലേറ്റർ. എന്നിട്ട് ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് തിരിയേണ്ടത്. അപ്പോൾ ഇവിടെയും നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുണ്ട്, ഒരു കമ്പി ഉണ്ട്. കമ്പി സൈഡ് മിറർ കഴിയുമ്പോൾ ലെഫ്റ്റ് ഫുള്ള് തിരിക്കും. അപ്പോൾ ഫുള്ള് തിരിച്ചു. ഇവിടെ നമുക്ക് നല്ല ഒരു ഇറക്കമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബോഡി ലെവലിംഗ് ആണ്. എവിടെയും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പം 2 റൗണ്ട് തിരിച്ച് സ്റ്റിയറിംഗ് കറക്റ്റ് ചെയ്യും. 1 2 റൗണ്ടായി. ഇനി കാല് ബ്രേക്കിൽ വരണം. ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് പയ്യെ ഇറക്കും. സ്ലോ ചെയ്ത് വണ്ടി നിൽക്കാതെ, വെരി ഗുഡ്, മിടുക്കൻ. നിൽക്കാതെ പയ്യെ ഇറങ്ങട്ടെ. ശകലം ബ്രേക്ക് ലൂസ് ചെയ്യൂ, മതി. വീണ്ടും ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യും. സ്ലോ ഇനിയും സ്ലോ. കറക്റ്റ്, ഇവിടെ നിൽക്കുക. അപ്പം ഞാൻ സ്ലോ എന്ന് പറയുന്നതനുസരിച്ച് ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്തുകൊണ്ട് വരണം. എന്നിട്ട് ഇവിടെ നമുക്ക് പോകേണ്ട റൈറ്റിലോട്ടാണ്. അപ്പോൾ റൈറ്റിലോട്ട് തിരിക്കുമ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, വലത്തോട്ടുള്ള വളവാണെങ്കിൽ ഇടതുവശം ചേർന്നാണ് തിരിയേണ്ടത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴീ വണ്ടിയുടെ ബാക്ക് ടയർ നോക്കൂ എവിടെയാണെന്ന് കണ്ട, പൊങ്ങിക്കിടക്കുന്ന മണ്ണിൻ്റെ പുറത്താണ്. കണ്ട, തെങ്ങ്, മണ്ണ് ഇതൊക്കെ ഉണ്ട് കണ്ട, റൈറ്റ് സൈഡിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇറക്കം ബാക്ക് ടയർ കഴിഞ്ഞിട്ട് മാത്രമേ തിരിക്കാവൂ. അല്ലെങ്കിൽ ബാക്ക് ടയർ വരുന്നത് ഈ മണ്ണിൻ്റെ പുറത്തൂടെ, മനസ്സിലായേ? അപ്പം വണ്ടിയെ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയി നോക്കണം. പയ്യെ ഒന്നുകൂടെ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യൂ, സ്റ്റോപ്പ്. നമ്മൾ തിരിക്കുന്ന വലത്തോട്ടാണ്. അപ്പോൾ ഇടതുവശത്തെ കമ്പിയെ ചേരണം. കൂടാതെ ബാക്ക് ടയർ ഏത് കഴിയണം? ഈ മണ്ണ് കഴിയണം. ബാക്ക് മണ്ണ് കഴിഞ്ഞു, ഇപ്പം കഴിഞ്ഞല്ലോ. ഓക്കെ, റൈറ്റ് തിരിക്കൂ, ബ്രേക്ക് വിടൂ, തിരിക്കൂ, കറക്റ്റ് തിരിക്കൂ, വെരി ഗുഡ്, മുഴുവൻ. അപ്പം ഫ്രണ്ട് ഇങ്ങനെ കറങ്ങിയാണ് വണ്ടിയെ തിരിഞ്ഞു വരുന്നത്. പക്ഷേ ബാക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ആ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ലെവലാവുന്നത്. അങ്ങനെയാവുമ്പോൾ ബാക്ക് വലതുവശം എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചാണ് വണ്ടി ലെവലാവുന്നത്. കണ്ടോ, ഇപ്പോൾ നോക്കിക്കണം. അപ്പോൾ വണ്ടി ലെവലാവുകയാണ്. വണ്ടി ലെവലായി 2 റൗണ്ട് തിരിക്കൂ. കണ്ടോ, മതി, സ്റ്റോപ്പ്. ഇപ്പം വണ്ടി വന്നത് കറക്റ്റായിട്ടാണ്.
കാരണം അത് ബാക്ക് ടയർ ആ മണ്ണ് കഴിഞ്ഞിട്ട് തിരിച്ചുകൊണ്ടാണ്. ബാക്ക് ടയർ മണ്ണിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഈ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ചേർന്ന് മണ്ണിൻ്റെ പുറത്ത് കയറിയതിന് ഫ്രണ്ടിലും പോയി തട്ടിയാണ്. അപ്പോൾ നമ്മൾ അത്രയും ബാക്ക് മാറിയിട്ടേ തിരിച്ചുള്ളൂ. ഇതൊന്നും ചില കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാകാൻ എത്രയെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. മിസ്റ്റർ വിൻസെൻ്റ് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ശരി, ഓക്കെ. കാല് ആക്സിഡൻറ്റിൽ വയ്ക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച ഇതേ പ്രാക്ടീസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. എപ്പോഴാണ് തിരിക്കേണ്ടതെന്ന് അറിയാമല്ലോ. സൈഡ് മിറർ ഏത് കഴിയും? ഇപ്പോൾ കമ്പി കഴിയാൻ പോകുന്നേ ഉള്ളൂ. കഴിഞ്ഞാലുടൻ ഫുള്ള് ലെഫ്റ്റ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടിലോട്ട് തന്നെ നോക്കണം. ബോഡി ലെവലാകുമ്പോൾ 2 റൗണ്ടിൽ കൊണ്ട് നിർത്തുക. അതാണ് നമുക്ക് വരേണ്ട പ്രാക്ടീസ്. നോക്കിയാൽ ബോഡി ലെവലാവും, 2 റൗണ്ട് റിട്ടേൺ. കണ്ട, ഇത്രയേ ഉള്ളൂ. അങ്ങനെ 2 റൗണ്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ശകലം ഏറ്റക്കുറച്ച് വരുന്നെങ്കിൽ സ്റ്റിയറിങ് ഇതുപോലെ ലെഫ്റ്റ് തിരിച്ചു ലെവൽ ചെയ്യും, അല്ലെങ്കിൽ റൈറ്റ് തിരിച്ചു ലെവൽ ചെയ്യും. അങ്ങനെ പിന്നെ തിരിക്കാം. ഇവിടെ ഇടിയ ശകലം ഡയറക്ഷൻ മാറി നിൽക്കുന്നെങ്കിൽ നോക്കി. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റാണ്. എപ്പോഴാണെന്ന് അറിയാമല്ലോ. ഏത് കഴിയുമ്പോഴാണ്? കമ്പി നന്നായിട്ട് കഴിഞ്ഞിട്ടേ തിരിക്കും. യെസ്, കഴിഞ്ഞു. വെരി ഗുഡ്. ഇനി അതുപോലെ വണ്ടിയുടെ ബോഡി ലെവലാവുമ്പോൾ 2 റൗണ്ട് റിട്ടേൺ. ഇപ്പോഴല്ല, യെസ്, റിട്ടേൺ 2 റൗണ്ട്. വെരി ഗുഡ്, മതി. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് മിറർ കഴിയുമ്പോൾ കഴിഞ്ഞല്ലോ. തിരിക്കൂ. ഇനി നേരത്തെ ആക്സിലേറ്റർ കൊടുത്ത് കയറിയില്ല. ഇവിടെ ആക്സിലേറ്ററിൻ്റെ പ്രാക്ടീസാണ് പ്ലാൻ ചെയ്യുന്നത്. റൈറ്റ് സൈഡ് ചേർന്നാണ് കയറേണ്ടത്. 2 റൗണ്ട് റിട്ടേൺ. കണ്ട, ഇപ്പം വണ്ടിയുടെ പൊസിഷൻ കറക്റ്റാണ്. ഇങ്ങനെ പോയാൽ തെങ്ങിലും തട്ടില്ല, മരം തട്ടില്ല. ഇവിടെ ഇനി ആക്സിലേറ്റർ കൊടുത്ത് കയറണം. പേടിക്കരുത്. ആക്സിലേറ്റർ 1 കൊടുക്കൂ, കറക്റ്റ്. 2 കൊടുക്കൂ, കറക്റ്റ്. തെങ്ങിനെ കഴിയുമ്പം അല്പം ലെഫ്റ്റ്. ആക്സിലേറ്റർ കുറയ്ക്കണം, ബ്രേക്കിൽ കാല് വരണം, സ്റ്റോപ്പ് ചെയ്യണം. മിടുക്കൻ. അപ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് കയറി, കയറ്റം കഴിഞ്ഞു, ആക്സിലേറ്റർ കുറച്ചു, കാല് ബ്രേക്കിലൊന്നു നിർത്തി. എന്നാലേ ആക്സിലേറ്റർ കൊടുക്കാനും കുറയ്ക്കാനുള്ള പേടി മാറുള്ളൂ. ഓക്കെ, ശരി. വീണ്ടും ആക്സിലേറ്റർ. അതേ ക്ലാസ് കണ്ടിന്യൂ ഇനി ചെയ്തുകൊണ്ടിരിക്കണം. അറിയാലോ എപ്പോഴാണ് തിരിക്കേണ്ടതെന്ന്. സൈഡ് മിറർ ഏത് കഴിഞ്ഞിട്ടേ തിരിക്കാവും? കമ്പി കഴിഞ്ഞു. യെസ്. എന്നിട്ട് മുമ്പിലോട്ട് തന്നെ നോക്കണം. ബോഡി ലെവലാവുമ്പോൾ 2 റൗണ്ട്. യെസ്, കറക്റ്റ്. 2 റൗണ്ട് ആയില്ല, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ രീതിയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ വണ്ടി കറക്റ്റായിട്ടാണ് പോകുന്നത്. ലാസ്റ്റ് കമ്പി കഴിയുമ്പോൾ ആ കമ്പി എത്തുമ്പോൾ തിരിക്കാൻ നേരത്തൊരു തയ്യാറെടുപ്പ് നടത്തരുത്. കൈ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ വെച്ച് അങ്ങനെ കൂളായിട്ട് അങ്ങ് തിരിച്ചോണം കേട്ടോ. സൈഡ് മിറർ കഴിഞ്ഞിട്ട് ഓക്കെ. സൈഡ് മിറർ കഴിഞ്ഞു. വെരി ഗുഡ്, മിടുക്കൻ. ബോഡി ലെവലാവുമ്പോൾ 2 റൗണ്ട്. ഇപ്പോഴല്ല ഞാൻ പറയും. ലെവലായോ? ഇല്ല. ഇപ്പോഴോ? യെസ്, റിട്ടേൺ ആയി പെട്ടെന്ന്. വെരി ഗുഡ്, കറക്റ്റ്. അപ്പോൾ ഇവിടെ ഇടത്തോട്ടുള്ള വളവാണ്, പക്ഷെ അത് വലിയ വളവായതുകൊണ്ട് നമ്മൾ വലതുവശത്തെ മരത്തിന് ചേർന്നാണ് തിരിക്കുന്നത്. സ്റ്റിയറിംഗ് ലെവലാക്കി വയ്ക്കും. ആവശ്യമില്ലാതെ ഇപ്പോഴേ വലത്തോട്ട് തിരിച്ച് വണ്ടി എന്തായിപ്പോയി? റോങ് ആയിപ്പോയി. ഓക്കെ.